ഒരു മനുഷ്യായുസിൽ എത്ര ദുരന്തങ്ങളെ ഒരാൾക്ക് ഏറ്റുവാങ്ങാൻ കഴിയും? ഉത്തരം ആലോചിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് പെരുമ്പളയിലെ സുബൈദയുടെ വീട്ടിലേക്ക് വരിക. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സങ്കടങ്ങൾ ആവർത്തിക്കുന്ന ഇവരുടെ ജീവിതകഥ കേൾക്കുക. കീമോതെറാപ്പി കൊണ്ട് കൊഴിഞ്ഞു വീണ മുടിയും കരുവാളിച്ച മുഖവും മരുന്നുകൾ കഴിച്ച് നീർക്കെട്ടിയ ശരീരവുമായി സുബൈദ ചോരമടക്കുന്ന തന്റെ പോയ കാലത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുകയാണ്. ഇത് സുബൈദ 19ാമത്തെ വയസ്സിൽ നിറയെ സ്വപ്നങ്ങളുമായി കൊല്ലം സ്വദേശി ലത്തീഫിന്റെ ഭാര്യയാവാൻ നിയോഗിക്കപ്പെട്ടവൾ. സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന നാളുകളിൽ അവർ അറിഞ്ഞിരുന്നില്ല ഒരു പെൺകുഞ്ഞിനെ കയ്യിലേൽപ്പിച്ച് തന്റെ പ്രിയപ്പെട്ടവൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുമെന്ന്. 2 വർഷം മാത്രം നീണ്ട ആ ദാമ്പത്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് സുബൈദയുടെ ജീവിതത്തിലെ വിധിയുടെ ക്രൂരമായ വിളയാട്ടങ്ങൾ. ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിന്ന നാളുകൾക്കൊടുവിൽ സുബൈദ കാസർഗോഡ് നഗരത്തിൽ ടൈലറിംഗ് ജോലിക്ക് പോയി തുടങ്ങി. അവിടെ നിന്ന് കിട്ടിയ തുച്ഛമായ ശമ്പളം കൊണ്ട് വീട്ടിൽ അടുപ്പ് പുകച്ചു, മകളെ പഠിപ്പിച്ചു. അതിനിടെ 30ാം വയസ്സിൽ സുബൈദ വീണ്ടും വിവാഹിതയായി. പക്ഷെ വിധി അവിടെയും തിരിച്ചടികളുടെ കെണികളൊരുക്കി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കേവലം 5 മാസം മാത്രമാണ് ഈ വിവാഹ ജീവിതത്തിനും ആയുസ്സുണ്ടായത്. മലേഷ്യക്ക് പോയ ഭർത്താവിന്റെ മയ്യത്ത് കെട്ടിലാണ് ദുരൂഹ മരണത്തിന്റെ രൂപത്തിൽ തിരിച്ചു വീട്ടിലെത്തിയത്. കണ്ണീരിന്റെ ഇരുട്ടുമുറിയിൽ മറയിരിക്കൽ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സുബൈദ പിന്നെയും ടൈലറിംഗ് കടയിലേക്ക് മടങ്ങിയെത്തി. ജീവിക്കാൻ, വിഷപ്പടക്കാൻ അവർക്ക് മുന്നിൽ അതല്ലാതെ വഴികളുണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഹതഭാഗിയായ സുബൈദക്ക് ഒരിക്കൽ കൂടി മണവാട്ടിയുടെ വേഷം അണിയേണ്ടി വന്നു. നാടുനീളെ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത തട്ടിപ്പു വീരന്റെ കൈകളിലേക്കാണ് അവർ ഇത്തവണ എത്തപ്പെട്ടത്. വഞ്ചന തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഉണ്ടായിരുന്ന ഒരു തെരിപ്പൊന്ന് അയാൾ വിട്ടുതുലച്ചു. അങ്ങനെ 3ാമത്തെ വിവാഹ ജീവിതത്തിനും പൂർണ്ണവിരാമമായി. ദുരന്തങ്ങളുടെ തീരത്ത് നിന്ന് സുബൈദ വിധിയോട് പൊരുതി നോക്കാൻ തന്നെ തീരുമാനിച്ചു. കരഞ്ഞു തീർക്കാനുള്ളതല്ല, മകൾക്ക് കാവലിരിക്കാനുള്ളതാണ് തന്റെ ആയുസ്സെന്ന് മനസ്സിലുറപ്പിച്ചു. രാവിലെ 7 തൊട്ട് 10 വരെ ടൈലറിംഗ് ക്ലാസും അതിനുശേഷം രാത്രിയോളം നീളുന്ന കടയിലെ ജോലിയും. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് പൊളിഞ്ഞു വീടാറായ വീട്ടിൽ അവർ ഒരു മുറി കൂട്ടിച്ചേർത്തു. മകൾക്ക് പുതിയ ജീവിതം തുടങ്ങാനുള്ള ആദ്യത്തെ നീക്കിയിരിപ്പ്. ചെറിയ സമ്പാദ്യം കൊണ്ട് അവൾക്ക് വേണ്ടി സ്വർണത്തിന്റെ കമ്മല് വാങ്ങി പ്രതീക്ഷയുടെ നാളുകളിലേക്ക് ആ കൊച്ചുകുടുംബം മടങ്ങി വരികയാണെന്ന് തോന്നിപ്പിച്ചു. അതിനിടെയാണ് സുബൈദയ്ക്ക് ദുബായിൽ നിന്ന് ഒരു ഓഫർ ലഭിക്കുന്നത്. അവിടെ താമസിക്കുന്ന കാസർകോട്ടെ പെൺകുട്ടിക്ക് ടൈലറിംഗ് പഠിപ്പിക്കാനായിരുന്നു ക്ഷണം. കടങ്ങളെല്ലാം തീരുമല്ലോ എന്ന് വിചാരിച്ച് അവരതിന് സമ്മതം മൂളി. പക്ഷേ മരുഭൂമിയും ചതിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവളെ മാടി വിളിച്ചത്. പോയതിന്റെ 2ാം മാസം മൂത്രത്തിലെ പഴുപ്പിന്റെ രൂപത്തിലായിരുന്നു അസുഖങ്ങളുടെ തുടക്കം. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ കെട്ടിവെക്കാൻ പണമില്ലാത്തതിനാൽ അവർ തിരിച്ചു വന്നു. പിന്നീട് കടം വാങ്ങിയ പണം കൊണ്ട് നാട്ടുമരുന്നിലെ പാഴായിപ്പോയ പരീക്ഷണങ്ങൾ. അതോടെ വയർവീർക്കുകയും വേദന അസഹനീയമാവുകയും ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് വിധി യാതൊരു ദയയും കാണിക്കാതെ പരിശോധനാഫലം വെച്ചു നീട്ടിയത്. ഗർഭാശയത്തിൽ ക്യാൻസറാണ്. അത് അണ്ഡാശയത്തിലേക്ക് കൂടി പടർന്നിരിക്കുന്നു. വയറിനകത്തെ മുഴ പൊട്ടിയിട്ടുണ്ട്. അർബുദം 2 ഘട്ടങ്ങൾ കടന്ന് മരണം മണക്കുന്ന 3ാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോൺ തിരിച്ചടവ് മുടങ്ങിയ 6ാം മാസത്തിലാണ് അതിനേക്കാളേറെ വേദനയുമായി ക്യാൻസർ എന്ന ദുരന്തം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഈ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പുതിയൊരു ലോൺ ബുക്ക് കൂടി തുറന്ന് സുബൈദ എന്ന ക്യാൻസർ രോഗി മറ്റൊരു ബാധ്യതക്കാരി കൂടിയായി മാറി. അപകടകരമായ അവസ്ഥയിലാണ് അവരുടെ ഗർഭപാത്രവും അണ്ഡാശയവും നീക്കം ചെയ്തത്. എന്നിട്ടും അർബുദകോശങ്ങൾ വിട്ടുപോവാൻ കൂട്ടാക്കാതെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുകയാണ്. പനിയുടെയും ഛർദിയുടെയും രൂപത്തിൽ അത് സുബൈദയുടെ ദുർബലമായ ശരീരത്തെ സ്ഥിരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. 4 മാസത്തെ രോഗജീവിതം ഇവരുടെ മനസ്സും ശരീരവും ഒരുപോലെ തകർത്തിരിക്കുന്നു. കീമോ ചെയ്ത് കുടി പറ്റിക്കൊഴിഞ്ഞുപോയി. ഓപ്പറേഷനിലൂടെ പുറത്തെടുത്ത വൻകുടലും ചെറുകുടലും ബാഗിലാക്കി ശരീരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. മറ്റൊരവയവം പോലെ തോന്നിക്കുന്ന ഈ ബാഗ് അനങ്ങുമ്പോൾ പോലും ശരീരത്തെ കുത്തിനോവിപ്പിക്കും. ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയില്ല. ബാത്റൂമിൽ പോകുന്നത് പരസഹായത്തോടു കൂടിയാണ്. ഇരിക്കാനും നന്നേ പ്രയാസം. കണ്ണു ചിമ്മുമ്പോഴേക്കും പേരറിയാത്ത നോവുകൾ അസ്ഥികളെ തുളച്ചു കയറും. കൂട്ടുകാരാ, ഈ അവസ്ഥ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനെങ്കിലും കഴിയുമോ? ഇനിയും കീമോതെറാപ്പി വേണ്ടിവരും. അത് താങ്ങാനാവാതെ ശരീരം വിറക്കും, അവയവങ്ങൾ പിണങ്ങും. 1 മാസം 15,000 രൂപ മരുന്നിന് മാത്രം വേണം. പുറത്തെടുത്ത ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ മറ്റൊരു ഓപ്പറേഷൻ കൂടി വേണ്ടിവരും. അതിനിടയിലാണ് അടവ് മുടങ്ങിയതിന്റെ ബാങ്ക് നോട്ടീസ് വന്നു നിൽക്കുന്നത്. സുബൈദയുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കുന്ന ഷംല എന്ന മകൾക്ക് 22 വയസ്സായിരിക്കുന്നു. +2 പഠനം നിർത്തിയതാണ്. കുറച്ചുകാലം ഒരു മെഡിക്കൽ കടയിൽ ജോലിക്ക് നിന്നു. സംരക്ഷിക്കുമെന്നുറപ്പുള്ള ആളൊരുത്തന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കണമെന്ന സ്വപ്നം കൂടിയാണ് രോഗത്തിന്റെ കട്ടിലിൽ തളർന്നു കിടക്കുന്നത്. സുബൈദയുടെ ആരോഗ്യം മാത്രമല്ല, ഷംലയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ക്യാൻസർ എന്ന രോഗം ഒറ്റയടിക്കില്ലാതാക്കിയത്. ഈ അവസ്ഥയിൽ
ഞങ്ങൾ എന്തു ചെയ്യാനാണ്? നിസ്സഹായായ സ്ത്രീകളുടെ വിങ്ങലുകളിൽ ഈ മേൽക്കൂര പോലും കണ്ണുനീർ പൊഴിക്കുകയാണ്. 43 വയസ്സിലെ ജീവിതത്തിനിടയിൽ 4000 യുഗങ്ങളുടെ നോവുകളാണ് സുബൈദ അനുഭവിച്ചു തീർത്തത്. അതിനിടയിലും രോഗം തുടങ്ങിയതിനു ശേഷം നിസ്കാരം മുടങ്ങിയതിന്റെ പരിഭവങ്ങളാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത്. മകളെക്കുറിച്ചുള്ള ആശങ്കകളിൽ ഇളകിമറിയുന്ന കടലാണ് ആ കണ്ണുകളിലൂടെ നിറഞ്ഞൊഴുകുന്നത്. ദുരന്തങ്ങൾ കൊണ്ട് മാത്രം സ്വന്തം ജീവിതം എഴുതിയ സുബൈദയുടെ ബാക്കി കഥ പൂരിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം കയ്യും മാന്യ, ഈ വിഷൻ ന്യൂസ്.